എൻ്റെ ടോപ്പിക്ക് സ്പൈസസ് ആൻഡ് കോണ്ടിമെൻറ്റ്സ് ആണ്. അപ്പോൾ സ്പൈസസ് എന്താണെന്ന് വെച്ചാൽ ഒരു ആരോമാറ്റിക് പഞ്ചൻ പ്ലാൻ പാർട്ടാണ്. അത് ലീഫാവാം, സീഡാവാം, റൂട്ടാവാം, ഫ്രൂട്ടാവാം, എന്തോ ആവാം. അപ്പോൾ കൂടുതലും ഫ്ലേവറിങ് ഫുഡിന് യൂസ്. കോണ്ടിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർലി ഫുഡ് ഫ്ലേവറിങ് മാത്രം, അതിനുവേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് കോണ്ടിമെൻറ്റ്സ്. അപ്പം ഈ സ്പൈസസും കോണ്ടിമെൻറ്റ്സ് യൂഷ്വലി യൂസ് ചെയ്യുന്ന ഫ്ലേവറിങ് ഓഫ് വേരിയസ് ഫുഡ്, പിന്നെ മെഡിസിൻ, ഫാർമസ്യൂട്ടിക്കൽ പ്രോസസ്സ് അല്ലെങ്കിൽ മെഡിസിൻസ്, പിന്നെ പെർഫ്യൂമറി, കോസ്മെറ്റിക്സ്, അങ്ങനെ കുറേ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യും. ഇപ്പോൾ വേൾഡിൽ ഓൾമോസ്റ്റ് 70 ടൈപ്പ് ഓഫ് സ്പൈസസ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ത്യയാണ് ഹോം ഓഫ് സ്പൈസസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്ന മെയിനായിട്ട് 5 സ്പൈസസിനെ പറ്റിയാണ്. ഒന്ന് പെപ്പർ, ജിഞ്ചർ, ടെർമറിക്, കൊറിയാണ്ടർ ആൻഡ് ക്യുമിൻ. ആദ്യം പറയാൻ പോകുന്ന പെപ്പറാണ്. പെപ്പറിൻ്റെ ബൊട്ടാനിക്കൽ നെയിം എന്ന് പറയുമ്പോൾ പൈപ്പർ നൈഗ്രമാണ്. ഫാമിലി പൈപ്രേസിയെ. വെർനാക്കുലർ നെയിം അല്ലെങ്കിൽ കോമൺ നെയിം എന്ന് പറയുന്നത് കുരുമുളകാണ്. പെപ്പർ ഒബ്റ്റെയിൻ ചെയ്യുന്ന അതിൻ്റെ ബെറി അല്ലെങ്കിൽ ഫ്രൂട്ടിൽ നിന്നാണ്. ഇന്ത്യൻ സ്പൈസസിൽ ഏറ്റവും കിങ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്തേക്കുന്നത് ഈ പെപ്പറിനെയാണ്. പെപ്പർ ഈസ് ഒറിജിനേറ്റഡ് ഫ്രം സൗത്ത് ഇന്ത്യ ആൻഡ് സൗത്ത് വെസ്റ്റേൺ ഏഷ്യ. അതുപോലെ ഗ്രീക്ക്, റോമൻ ഈ സ്ഥലങ്ങളിലും പെപ്പർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു മേജർ ട്രേഡിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു 12th സെഞ്ച്വറിയിലൊക്കെ. കെമിക്കൽ കമ്പോസിഷൻ എന്ന് പറയുമ്പോൾ പെപ്പറിൽ ഓൾമോസ്റ്റ് മോയിസ്ചർ 8.7 to 14.1% ഉണ്ട്. നൈട്രജൻ 1.5 to 2.6% ഉണ്ട്. സ്റ്റാർച്ച് 28 to 30% ഉണ്ട്. പെപ്സിൻ 1.7 to 7.4% ഉണ്ട്. വോളറ്റൈൽ ഓയിൽസ് 1 തൊട്ട് 2.6% വരെ ഈ പെപ്പറിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ പെപ്പറിൻ്റെ യൂസസ് ആണ് പറയാൻ പോകുന്നത്. അപ്പം പെപ്പർ ബെറി ആണ് അല്ലെങ്കിൽ ഫ്രൂട്ടാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഫോം ഓഫ് ബ്ലാക്ക് പെപ്പറായിട്ടാണ് നമ്മൾ കോണ്ടിമെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഗ്രീൻ പെപ്പറും നമ്മൾ അച്ചാറിടാനും പിക്കിൾ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പെപ്പർ യൂസ്ഡ് ഇൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസ്പെപ്സിയ, മലേറിയ, ഡെലൂറിയ. ഡിസ്പെപ്സിയ എന്നൊക്കെ പറയുന്നത് ഇൻഡൈജഷൻ പ്രോബ്ലംസ്, അതുപോലത്തെ പ്രോബ്ലംസാണ് ഡിസ്പെപ്സിയ. അപ്പം ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസ്പെപ്സിയ, മലേറിയ, ഡൈലൂറിയ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ റൂബിഫേഷ്യൻ്റായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സോർ ത്രോട്ട്, പൈൽസ്, ക്യൂട്ടേനിയസ് ട്രബിൾസ്, നമ്മുടെ സ്കിൻ പ്രോബ്ലംസ്, അതുപോലെ പ്രിപ്പറേഷൻ ഓഫ് സോസസ്, സൂപ്പ്, കറി പൗഡർ, പിക്കിൾസ് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓയിൽ റാൻസിഡിറ്റി, നമ്മുടെ എണ്ണ കനയ്ക്കുക, അതിനൊക്കെ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ പെപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. പെപ്പർ ഓയിൽ ഈസ് യൂസ്ഡ് ആസ് എൻ അഡ്ജക്റ്റൻറ്റ് എന്ന് വെച്ചാൽ വേറെ പല ഇൻഡസ്ട്രികളിലും ഈ പെപ്പർ ഓയിൽ അതിൻ്റെ കണ്ടൻറ്റ് ഒരു സ്മോൾ എമൗണ്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. പെപ്പർ ഹോൾസ് യൂസ് ടു ഫ്ലേവർ ടിൻഡ് ഫുഡ്, ഫ്ലേവർ ചെയ്യാൻ പെപ്പർ ഹോൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ജിഞ്ചർ. ജിഞ്ചർ എന്ന് പറയുമ്പോൾ സിഞ്ചിബർ ഒഫിഷ്യനാലെ എന്നാണ് അതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം. ഫാമിലി സിഞ്ചിബറേസിയാണ്. വെർണിക്കുലർ നെയിം അല്ലെ കോമൺ നെയിമായിട്ട് നമ്മൾ ഇഞ്ചി എന്ന് പറയും. അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് ഇഞ്ചി, നമ്മൾ എടുക്കുന്ന ആ പാർട്ട് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് അതിൻ്റെ സ്പൈസായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഒറിജിനേറ്റഡ് ഇൻ ട്രോപ്പിക്കൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ചൈനയിലും ഇന്ത്യയിലും വാസ്റ്റ് ക്വാണ്ടിറ്റിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. പിന്നെ യൂറോപ്പിലോട്ട് മിഡിൽ ഏജ് ആയപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ജിഞ്ചർ ഗ്രോ ചെയ്യുന്ന കൺട്രീസ് ഇന്ത്യ, ചൈന, ജപ്പാൻ, ഇന്തോനേഷ്യ ഇതുപോലത്തെ കൺട്രീസാണ് ചീഫ് ജിഞ്ചർ ഗ്രോയിങ് കൺട്രീസ്. കെമിക്കൽ കമ്പോസിഷൻ. മോയ്സ്ചർ 6.9% ഉണ്ട്. പ്രോട്ടീൻ 8.65% ഉണ്ട്. ഫാറ്റ് 6.4% ഉണ്ട്. ഫൈബർ 5.9% ഉണ്ട്. കാർബോഹൈഡ്രേറ്റ് ആണ് മേജറായിട്ടുള്ളത്, അത് 66.5% ഉണ്ട്. ആഷ് 5.1% ഉണ്ട്.
അപ്പോൾ യൂസസ് ഓഫ് ജിഞ്ചർ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു അതിൻ്റെ ജിഞ്ചർ പ്ലാന്റിൻ്റെ റൈസോം അല്ലെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് ഇതിൻ്റെ സ്പൈസായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഡ്രൈഡ് ജിഞ്ചർ നമ്മൾ ഒന്ന് ജിഞ്ചർ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും, പിന്നെ ഫ്ലേവറിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യും. നമ്മുടെ ചുക്ക് അതാണ് ഡ്രൈഡ് ജിഞ്ചർ ഫ്ലേവറിങ് ഏജൻ്റായിട്ട് ഓയിൽ പ്രൊഡക്ഷനും യൂസ് ചെയ്യും. പിന്നെ ഗ്രീൻ ജിഞ്ചറാണ് നമ്മുടെ പിക്കിൾസ്, പിന്നെ കറി ഫുഡ് ഫ്ലേവറിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ജിഞ്ചർ കോക്ടെയിൽസിന് യൂസ് ചെയ്യും. എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ഫ്ലേവറിങ് ബേക്ക്ഡ് ഫുഡ്, സോഫ്റ്റ് ഡ്രിങ്ക്, ലിക്കർ ആൻഡ് പ്രോസസ്ഡ് മീറ്റ്. ഡൈജസ്റ്റീവ് സ്റ്റിമുലൻ്റ് ആണ്, അതുകൊണ്ട് മെഡിസിനിൽ ലാർജ് ക്വാണ്ടിറ്റീസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടോണിക്കിലും യൂസ് ചെയ്തിട്ടുണ്ട്. ദേ ഹെൽപ്പ് ഇൻ ദ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്, പ്രൊഡ്യൂസിങ് വാംത്ത് ആൻഡ് ഇൻക്രീസ് പെർസ്പിറേഷൻ. അങ്ങനെ ദേ ഹെൽപ്പ് ഇൻ digestion and increase the dilation of blood vessels. It possesses antioxidant property and also used for preparation of ginger wine and ginger beer. അടുത്തത് ടെർമറിക്. ടെർമറിക്കിൻ്റെ ബൊട്ടാനിക്കൽ നെയിം കുർക്കുമ ഡൊമസ്റ്റിക്ക അല്ലെങ്കിൽ കുർക്കുമ ലോങ്ങം. ഇതും സിഞ്ചിബ്രേസിയ ഫാമിലി തന്നെയാണ്. കോമൺ നെയിം മഞ്ഞളാണ്. ഇതിൻ്റെ റൈസോം അല്ല അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് സ്പൈസായിട്ട് യൂസ് ചെയ്യുന്നത്. സദേൺ ഏഷ്യയിലാണ് പ്ലാന്റ് ഒറിജിനേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ റിമോട്ട് പാസ്റ്റിലും കുറേ ഏരിയാസിലും ഇത് കൾട്ടിവേറ്റ് ചെയ്തതായിട്ട് ഉണ്ട്. ട്രോപ്പിക്സിലും പിന്നെ ഇന്ത്യ, ചൈന, ശ്രീലങ്ക, ഇന്തോനേഷ്യ, വെസ്റ്റ് ഇൻഡീസ് ഈ കൺട്രീസിലൊക്കെയാണ് ഇത് ലാർജ് ക്വാണ്ടിറ്റീസിൽ ഗ്രോ ചെയ്തിരിക്കുന്നത്. ടെർമറിക്കിൻ്റെ കെമിക്കൽ കമ്പോസിഷൻ എന്ന് പറയുമ്പോൾ മോയ്സ്ചർ 5.8%, പ്രോട്ടീൻ 8.6%, ഫാറ്റ് 8.9%, കാർബോഹൈഡ്രേറ്റ് ആണ് ഇതിലും മേജറായിട്ട് നിൽക്കുന്നത് 63%, ഫൈബർ 6.9%, amount of calcium is also present in this. യൂസസ് എന്ന് പറയുമ്പോൾ കോണ്ടിമെൻ്റ് കളറിങ് ഏജൻറ്റുമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റിമുലൻ്റ് ആണ്, ടോണിക്കാണ്, സ്റ്റൊമക്ക് ഏക്കിന് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റൊമക്ക് ഏക്ക് എന്ന് വെച്ചാൽ നമുക്ക് അപ്പറ്റൈറ്റ് ഇൻക്രീസ് ചെയ്യാനും അതുപോലത്തെ ഡൈജഷൻ ഇൻക്രീസ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സ്റ്റൊമക്ക്. അതുപോലെ അട്രാക്റ്റീവ് യെല്ലോ കളർ ആൻഡ് ഡെലിക്കേറ്റ് കളർ, മോസ്റ്റ് പ്രിഫേർഡ് ആസ് എ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഫോർ കറി പൗഡർ. കറി പൗഡേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്ലേവറിങ് ഓഫ് ബട്ടർ, ചീസ്, പിക്കിൾ ആൻഡ് ഫുഡ് സ്റ്റഫിലും യൂസ് ചെയ്തിട്ടുണ്ട് ടെർമറിക്. ഡൈയിങ് സിൽക്ക്, ലെതർ, ഫൈബർ, പേപ്പർ ആൻഡ് മെനി ആർട്ടിക്കിൾസ്. ഇൻഗ്രീഡിയൻസ് ഓഫ് മെഡിസിനൽ ഓയിൽസ്, ഓയിൽമെൻറ്റ്സ്, പോൾട്ടൈസ് എന്ന് പറയുമ്പം ഇൻഫ്ലമേഷനും അതുപോലെ സോർനെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൽ അതിൽ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ടെർമറിക് ഓയിൽ അല്ലെങ്കിൽ ടെർമറിക്. ആസിഡ് ഡൈജഷൻ, ടോണിക്, ബ്ലഡ് പ്യൂരിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാം മിൽക്കിൽ ബോയിൽ ചെയ്തിട്ട് ഇൻറ്റേർണലി നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. റിലീഫ് സോർ ത്രോട്ട് ആൻഡ് കോമൺ കോൾഡിനും സോർ ത്രോട്ടിനും ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് കൊറിയാണ്ടറിൻ്റെ ബൊട്ടാനിക്കൽ നെയിം കൊറിയാൻഡ്രം സറ്റൈവം, ഫാമിലി അപ്പിയേസിയാണ്. നമ്മൾ കോമൺ നെയിം അല്ലെ വെർണക്കുലർ നെയിം എന്ന് പറയുമ്പോൾ കൊത്തമല്ലി എന്നാണ്, മല്ലി എന്നും പറയും. കൊറിയാണ്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്രൂട്ടാണ് അതിൻ്റെ സ്പൈസായിട്ട് യൂസ് ചെയ്യുന്നത്. ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ കോസ്റ്റിലാണ് കൂടുതലും, പിന്നെ വെസ്റ്റ് ഏഷ്യയിലാണ് കൂടുതലും ഇത് കാണപ്പെട്ടിരുന്നത്. ഇപ്പോൾ സ്വീഡൻ, ഈജിപ്റ്റ് എന്ന കൺട്രീസിലും ലാർജ്ലി ഗ്രോൺ ആണ്. കെമിക്കൽ കമ്പോസിഷൻ ഓഫ് കൊറിയാണ്ടർ എന്ന് പറയുമ്പോൾ മോയ്സ്ചർ 6.3%, പ്രോട്ടീൻ 1.3%, ഫാറ്റ് 19.6%, കാർബോഹൈഡ്രേറ്റ് 24.05%, മിനറൽസ് 5.3%, വിറ്റാമിൻ എയും വിറ്റാമിൻ സിൻ്റെ പ്രസൻസും ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്.
അടുത്തത് കൊറിയാണ്ടറിൻ്റെ യൂസസ് എന്ന് പറയുമ്പോൾ ഹൈലി അരോമാറ്റിക് ആണ്. പോട്ട് ഹെർബായിട്ട് പ്ലാന്റ് ചെയ്യാറുണ്ട്. ഗാർണിഷിങ്, മീറ്റ് പ്രിപ്പറേഷൻ, സോസേജ്, മേക്കിംഗ് ചട്നീസ്, നമ്മുടെ മല്ലിച്ചപ്പ് യൂസ് ചെയ്യണ പോലെ മല്ലിച്ചപ്പ് തന്നെ. പിന്നെ ഫ്ലേവറിങ് കറീസ് ആൻഡ് സൂപ്സ്, അതുപോലെ കോണ്ടിമെൻ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. കറി പൗഡറിലുണ്ട്. പിക്കിൾ, സോസേജ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ പേസ്ട്രീസിൽ, കുക്കീസിൽ, ബണ്ണ്, കേക്ക്, ടൊബാക്കോ പ്രൊഡക്റ്റിൽ, പിന്നെ ലിക്കറിൽ, ഇത്ര സാധനത്തിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ സീഡ്സ് എന്ന് കാർബണേറ്റീവ് ആണ്, ഡയററ്റിക്, സ്റ്റൊമക്കിക് ആണ്, ആൻറ്റി ബിലിയസ് ആണ്, റിഫ്രിജറൻ്റ് ആണ്. ആൻറ്റി ബിലിയസ് എന്ന് പറയുമ്പോൾ ഇംപ്രൂവ്സ് ഡൈജഷൻ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. സ്റ്റൊമക്കിക് എന്ന് പറയുമ്പോൾ ഇത് തന്നെ, അപ്പിറ്റൈറ്റൊക്കെ കൂട്ടാൻ വേണ്ടി. പിന്നെ യൂസ് ഫോർ ക്രോണിക് അൾസേഴ്സ്, ഇൻഡൈജഷൻ, വോമിറ്റിംഗ് ആൻഡ് ഇൻറ്റസ്റ്റൈനൽ ഡിസോർഡേഴ്സ്, ഫ്ലേവറിംഗ് ഏജൻറ്റ് ഫോർ ലിക്കേഴ്സ്, പെർഫ്യൂംസ്, ചോക്ലേറ്റ് എക്സെട്ര. അടുത്തത് ക്യുമിൻ. ബൊട്ടാണിക്കൽ നെയിം ക്യുമിനം സൈമിനം. അതിൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ അപ്പേസി. വർണിക്കുലാർ നെയിം എന്ന് പറയുമ്പോൾ ജീരകം. ഇതും ഫ്രൂട്ടിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്തേക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മെഡിറ്ററേനിയൻ റീജിയൻ, ഈജിപ്റ്റ്, അറേബ്യൻ റീജിയനിലാണ് ഇത് കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഇന്ത്യ, ഈജിപ്റ്റ്, സുഡാൻ, മൊറോക്കോ, സദേൺ യൂറോപ്പ് ഒക്കെ വാസ്റ്റായിട്ട് ഇത് കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ മോയ്സ്ചർ 6.2%, പ്രോട്ടീൻ 17.7%, ഫാറ്റ് 23.8%, കാർബോഹൈഡ്രേറ്റ് 35.5%, മിനറൽ മാറ്റർ 7.7%, ക്രൂഡ് ഫൈബർ 9.1%, വോളറ്റൈൽ ഓയിൽ 9.1%. അതിൻ്റെ അടുത്ത യൂസസ് ആണ്. ക്യുമിൻ സീഡ്സ് കോണ്ടിമെൻ്റ് ആൻഡ് കറി പൗഡേഴ്സായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലേവറിങ് ഓഫ് ഡിഷസ്. കാർബണേറ്റീവ് ആണ്, സ്റ്റൊമക്കിക് ആണ്, ആസ്ട്രിക്നൻ്റ് ആണ്. ഡിസ്പെപ്സിൻ, ഡയറിക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ വെറ്റിനറി മെഡിസിൻസിന്, പെർഫ്യൂമറിയിലും ഇത് യൂസ് ചെയ്യാറുണ്ട്. താങ്ക് യു.